അമ്മേ മഹാമായെ കാത്തുകൊള്ളണേ. എൻ്റെ ഈശ്വര, ഹരീഷിനെ പോലെ ഒരാളെ കണ്ടുമുട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവനെ വേഗം എൻ്റെ അടുത്തേക്ക് അയച്ച് ക്ഷമ ചോദിക്കാൻ അനുവദിക്കേ. ഇതല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മോ, മുഖം കണ്ടില്ലേ? ഏയ് ഏയ് ദേവു, എന്താ എങ്ങനെ? നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. നീ എങ്ങോട്ടാ ഓടുന്നത്? എന്ത് പറയാനാ? ഇനി അടുത്ത കള്ളം പറയാൻ അല്ലേ? എന്താ ദേവു, അമ്മ നിന്നോട് എല്ലാം പറഞ്ഞല്ലേ? പറഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ? എന്റെ അച്ഛനോട് നീ നല്ലവനാണെന്ന് പറയണോ? അതിനും ഭേദം ഞാൻ ചാവുക നല്ലത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അങ്കിളിനോട് നിനക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയതോ അതോ നിന്നോടെല്ലാം മറച്ചു വെച്ചതോ? ദേവു ദേവു ദേവു, എല്ലാം മറക്കാം ഹരീഷ്. ഇവിടെ വെച്ച് കണ്ടുമുട്ടി, ഇഷ്ടപ്പെട്ടു, ഇനി പിരിയണം. എന്താ നീ ഇങ്ങനെ ആയത്? എന്താ? നിന്റെ പുറകെ നടന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞപ്പോ എന്നെ വേണ്ടല്ലേ? എങ്ങനെയോ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചപ്പോ ആ തെറ്റ് നിനക്ക് വേണ്ടിയാണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാതെ വലിച്ചെറിയല്ലേ? നീ എന്താ എങ്ങനെ ആയത്? ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ല ഹരീഷ്. ഓ, അപ്പൊ ഇതാണ് തീരുമാനം? അതെ. മനസ്സ് മാറില്ല? മാറില്ല. മനസ്സ് മാറി എന്റെ പിന്നാലെ വന്ന് നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഹരീഷ് എന്ന് പറയില്ല അല്ലേ? പറയില്ല. താങ്ക്സ് ദേവു, താങ്ക്സ് എ ലോട്ട്. നീ എന്നെ വിശ്വസിക്കാത്തത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയിട്ട് നീ എന്നെ വെറുക്കുന്നതിന് താങ്ക്സ്. ഞാൻ നിന്നെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിലേ അവൻ ചതിയനാണ്, തെണ്ടിയാണെന്ന് പറഞ്ഞ് അടിച്ചോടിക്കാൻ പെണ്ണുങ്ങൾ കൂട്ടമായിട്ട് വന്നേനെ. ഇന്നു മുതൽ ഞാൻ നിന്റെ അച്ഛനും അമ്മയും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും യോജിപ്പിക്കും. ഗുഡ് ബൈ. ദേവു, ഇത് നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്.